നമസ്കാരം, ഞാൻ സെൽവപ്രസാദ്. വെൽക്കം ടു VA2 വ്ളോഗ്സ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് രാത്രിരഞ്ജനായ ബ്രാഞ്ച് സെക്രട്ടറി. ഇത് രചിച്ചിരിക്കുന്നത് ഗഫൂർ അറക്കലാണ്. അദ്ദേഹം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് DC ബുക്സ് ആണ്. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ എന്ന് പറയുന്നത് നിദ്ര നഷ്ടപ്പെട്ട സൂര്യൻ, അമീബ, ഇര പിടിക്കുന്നങ്ങനെ എന്നിവ കവിതാ സമാഹാരങ്ങളാണ്. ഒരു ഭൂതത്തിന്റെ ഭാവി ജീവിതം നോവൽ, ഇദ്ദേഹം രചിച്ച മറ്റൊരു നോവലാണ്. മത്സ്യഗന്ധികളുടെ ദ്വീപ്, ബാലസാഹിത്യം, ഇതാണ് അദ്ദേഹത്തെ പ്രധാന കൃതികൾ. ഇതിപ്പോ അദ്ദേഹം സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നു. നിലവിൽ താമസിക്കുന്ന മലപ്പുറത്താണ്. ഈ പുസ്തകത്തിന് അവതാരകയിരിക്കുന്നത് സുനിൽ P. ഇളയിടമാണ്. ഇത് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വരികൾ ഞാൻ വായിക്കാം. ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടി. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ സവിശേഷമായ അടരുകൾ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ചരിത്രമായി വിന്യസിക്കുന്ന നോവലാണ് ഗഫൂർ അറക്കലിന്റെ രാത്രിരഞ്ജനായ ബ്രാഞ്ച് സെക്രട്ടറി. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ആരംഭിച്ച സമകാലിക ലോകം വരെ പടർന്നു കിടക്കുന്ന കാലയളവാണ് ഈ നോവലിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 3-4 പതിറ്റാണ്ട് ദൈർഘ്യം വരുന്ന ഈ കാലയളവിനെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭവ ചരിത്രമായി ചേർത്ത് വയ്ക്കുന്ന ആഖ്യാനമായ ഗഫൂർ തന്റെ നോവൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. വണ്ടിപ്പേട്ട എന്ന പ്രാന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോകനാഥന്റെ ജീവിതത്തിലൂടെയും സ്വപ്നത്തിലൂടെയും നോവൽ മാറി മാറി സഞ്ചരിക്കുന്നു. അതുവഴി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സുദീർഘ ചരിത്രത്തിലെ നോവൽ താരതമ്യേന വളരെ ചെറിയ കഥന മേഖലയാണ്. ഇത് വണ്ടിപ്പേട്ടയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, വണ്ടിപ്പേട്ട എന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള സ്ഥലമാണ് വണ്ടിപ്പേട്ട. അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ലോകനാഥൻ. ലോകനാഥന്റെ ഭാര്യയുടെ പേരാണ് പ്രഭ. അദ്ദേഹത്തിന്റെ മകളുടെ പേര് സമത. സമത ഒരു ബാലസംഘം പ്രവർത്തകയാണ്. ബാലസംഘം എന്ന പാർട്ടിയുടെ ഏറ്റവും താഴെ കുട്ടികളുടെ ഒരു സംഘടനയാണ് ബാലസംഘം. അതിന്റെ പ്രവർത്തകയാണ് സമത. ലോകനാഥൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ലോകനാഥിന്റെ ഒരു ജോലിയുണ്ട്. ജോലി അതോടൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ബ്രാഞ്ച് പ്രവർത്തനം നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരെയാണ്. തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. ലോകനാഥൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ആളാണ്. പക്ഷെ അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ ആര് വരുമെന്നോ, അവിടെ ഇലക്ഷനിൽ ആര് വരുമെന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അതിനായിട്ട് തന്നെ ആദ്യം ഇദ്ദേഹം ഈ തുടങ്ങുന്ന പ്രസന്നൻ എന്നൊരു വ്യക്തി, അദ്ദേഹം തൻ്റെ ഇങ്ങനെ നടന്ന് ബ്രാഞ്ച് സെക്രട്ടറി ഈ ലോകനാഥൻ ഒരു കമ്മിറ്റി അതിന് വരുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു കോഴിക്കോട് തകർന്നിരിക്കുന്ന ചിരുവേട്ടത്തിന്നുണ്ട്. അവിടെ പോകണം എന്ന് പറയും. അവിടെ ഞാൻ പോവാണ്, താങ്കൾ പറഞ്ഞു. ലോകനാഥനും കൂടെ പോവായിരുന്നു. ലോകനാഥൻ ഇടയ്ക്ക് ഒരു ബീഫിന്റെ ഒരു പൊതി മേടിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഇത് ഈ പ്രസന്നൻ വിളിക്കുന്നത്. അപ്പം പോകാതിരിക്കാൻ പറ്റില്ല, കാര്യം തെരഞ്ഞെടുപ്പ് ഓരോ വോട്ടും വിലപ്പെട്ടതായിട്ട് തന്നെ സഹായിക്കണമെന്നുള്ള മനസ്ഥിതി കൂടി ലോകനാഥൻ ഈ പ്രസന്നനൊപ്പം പോവുകയാണ്. ഈ ചിരുവേട്ടത്തിന്റെ അച്ഛന്റെ പേരാണ് ശങ്കരൻ. അദ്ദേഹം ആദ്യം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയിൽ അംഗത്വം എടുത്ത് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചു. പക്ഷെ തുടർന്ന് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പിലിട്ട് ആരും ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ആരും എടുക്കാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനായി. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലും കിടന്നു. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് അത് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് അദ്ദേഹം പിന്നെ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു, സ്വയോത്ഭവ പ്രയോഗവേദി എന്ന ഒരു പാർട്ടി. ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശങ്കരേട്ടൻ മരിക്കുന്നവരെ ആരും ആ വീട്ടിലോട്ട് പിന്നെ പാർട്ടി വോട്ട് ചോദിച്ച് ആരും പോയിട്ടില്ല. കാര്യം അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹത്തിന് തത്വമുണ്ട്. അദ്ദേഹത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ രസകരമായ തത്വമാണ്. ഈ ശങ്കരേട്ടന്റെ തത്വം എന്ന് പറയുന്നത്, ഇവിടെ ലോകത്ത് ആര് വിമാനം റാഞ്ചി കൊണ്ടുപോയാലും ഇറങ്ങാനുള്ള സൗകര്യം ഈ കരിപ്പൂർ വിമാനത്തിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടായി രക്ഷപ്പെടാൻ സൗകര്യം കൊടുക്കണം. പക്ഷെ ആ വിമാനം നമ്മൾ ഗവൺമെന്റിന് സ്വന്തമാക്കണം എന്നുള്ള സിദ്ധാന്തമാണ് ഈ ശങ്കരേട്ടന്റെ. അദ്ദേഹത്തെ മരണം വരെ ആരും ആ വീട്ടിലേക്ക് പിന്നെ പോയി വോട്ട് വയ്ക്കാനൊന്നും പോയില്ല. അത്രയും ഇതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവർ കോഴിക്കോടൊക്കെ നന്നായി കൊടുത്ത് തിരിച്ചു പോകുന്ന വഴിക്കാണ് അവിടെ ഒരു കോയിക്കയുടെ വീട്. അവിടെ കോയിക്കയും ദാസപ്പനും ഉണ്ട്. അവിടെ മദ്യപിക്കാണ്, മദ്യ സൽക്കാരത്തിനുള്ള ഒരു വേണം. അങ്ങനെ പ്രസന്നം ഈ ബ്രാഞ്ച് സെക്രട്ടറി എല്ലാം കൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെ ഈ ദാസപ്പൻ വേറെ മദ്യം വാങ്ങാനുള്ള പുറപ്പെട്ട് പോകുമ്പോൾ ഈ കോയിക്ക് ചോദിക്കും, അടുത്ത സ്ഥാനാർത്ഥി ആരാണ്? ബ്രാഞ്ച് സെക്രട്ടറിക്ക് അറിയാം എന്നുള്ളതിൽ ചോദിക്കണം. പക്ഷെ ബ്രാഞ്ച് സെക്രട്ടറി ഒഴിഞ്ഞു പറയാണ്, അറിയില്ല, അത് കമ്മിറ്റി തീരുമാനിക്കണമെന്ന് പറഞ്ഞു. എന്നാലും നീ ഒരു പാർട്ടിക്കാരായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് മറ്റുള്ള ചോദിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം നീ മാറി നിൽക്കുക, പറയാതെ മാറി നിൽക്കുകയാണെന്നുള്ള ഒരു ആക്ഷേപം ഈ ബ്രാഞ്ച് സെക്രട്ടറി മേൽ
ചുമർത്തുന്നുണ്ട്. പക്ഷേ ദാസപ്പനൊക്കെ ആഗ്രഹം ഇദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ ഈ ലോകനാഥൻ അത് താല്പര്യമില്ല. ലോകനാഥൻ സ്ഥാനാർത്ഥിയാവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യക്ക് അദ്ദേഹം ഈ ഇന്ത്യക്ക് അദ്ദേഹം ഒരു സ്വപ്ന സഞ്ചാരിയാണല്ലോ. ഇന്ത്യക്ക് ഇദ്ദേഹം ഉറങ്ങി കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹം വീട്ടിൽ വിളിച്ചിരുന്ന സമയത്ത് അവിടെ ഭാര്യ ഉറക്കത്തിലായി. ഇദ്ദേഹം കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തൊരു തീവണ്ടി വന്ന് കയറുന്നു. ആ തീവണ്ടിയിൽ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഇദ്ദേഹം കയറാണ്. ഇത് നേരെ ചെന്നത് അമീർ എന്ന സ്ഥലത്ത് മറ്റേ കാൺപൂരിലെത്തും. കാൺപൂരിൽ അവിടെ വെച്ച് ഒരു കുതിര വണ്ടിക്കാരൻ ഇദ്ദേഹത്തെ യാത്രയ്ക്ക് എങ്ങനെ സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പിന്നെ ഒരു ജയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ഹവിൽദാർ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് ഇയാളെ ആ ഒരു സെല്ലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഒരു ജയിൽ പുള്ളിയുണ്ട്, മുസാഫർ അഹമ്മദ്. ഇദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ലോകനാഥന്. അപ്പം സ്വപ്നം ആയിട്ട് ഒരു ഇല്ലെങ്കിലും ഇദ്ദേഹം പരിചയമില്ലെങ്കിലും ഈ ഒരു സംസാരത്തിലൂടെ ഇദ്ദേഹത്തെ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട് ഈ നോവലിൽ. മുസാഫർ അഹമ്മദ് ചോദിക്കാൻ ആ വാൻഗാർഡ് എന്ന മാസിക കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. വാൻഗാർഡ് മുംബൈയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ വാൻഗാർഡിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ കയ്യിലെന്താ വാൻഗാർഡ് ആണെന്ന് വെച്ച് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വോട്ടർ പട്ടിക വാങ്ങുന്നു. വോട്ടർ പട്ടികയാണല്ലോ. അദ്ദേഹം എന്തായാലും നേരം പോകുന്നില്ല, ഈ വോട്ടർ പട്ടികയെങ്കിലും നീ വായിച്ചുകൊണ്ടിരിക്കാമെന്ന് പറയുന്നു. അപ്പം ലോകനാഥൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്? അത് നീക്കറിയില്ലേ കാൺപൂർ കേസ്? അപ്പോൾ ലോകനാഥൻ ഓർക്കുന്നുണ്ട് ആ കാൺപൂർ കേസ് പത്രത്തിൽ വന്നതൊക്കെ. മുസാഫിർ അഹമ്മദ് എന്ന പേരൊക്കെ അദ്ദേഹം ഓർക്കുന്നത്. പെട്ടെന്ന് അത് തിരിച്ച് ആ വോട്ടർ പട്ടിക ചോദിക്കുന്ന സമയത്ത് കൊടുക്കലില്ല. പിടിച്ച് ഈ മുസ്താഫർ അഹമ്മദ് വോട്ടർ പട്ടിക വലിക്കുകയാണ്. അപ്പൊ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തട്ടി ഉണർത്തിയപ്പോൾ അറിയുന്നത് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് വണ്ടി നോക്കുമ്പോൾ അവിടെ ഈ വോട്ടർ പട്ടിക മേശപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ദിവസം ഈ 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു ബൂത്ത് കമ്മിറ്റി കൂടെയാണ്. അവിടെ അടുത്ത സ്ഥാനാർത്ഥി 13-ാം വാർഡിൽ അടുത്ത സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് ചർച്ച നടക്കുന്നു. അപ്പൊ ആദ്യം ഇദ്ദേഹം ഒരാൾ പറയുന്നു ഈ ലോകനാഥൻ മത്സരിക്കണം എന്ന് പറയാൻ ഒരു അവസരം. അപ്പം ഈ മേൽ കമ്മിറ്റി എന്നുള്ള ലോക്കൽ സെക്രട്ടറി പറയുന്നു നിർത്തും. ആദ്യം മേൽ കമ്മിറ്റി അംഗങ്ങളുടെ ഇത് ഒരു നിർദ്ദേശം പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നിങ്ങൾ ബാക്കി ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അതിനും പിന്നെ ലോകനാഥൻ പറയുന്നത് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ ജോലിയുണ്ട്, ഞാൻ ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒരു ഭരണാധികാരിയല്ല, ഒരു വിപ്ലവകാരിയാണ്, വിപ്ലവം നയിക്കുന്നവനാണ് മുസാഫിർ അഹമ്മദ്. അപ്പൊ മുസാഫിർ അഹമ്മദ് ആരാണെന്ന് അവർക്കാർക്ക് അറിയില്ല. അദ്ദേഹം ഈ മുസാഫിർ അഹമ്മദിനെ കൂടെ ഇവിടെ ചേർത്ത് പറയണം. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഇദ്ദേഹം ഈ മുസാഫിർ അഹമ്മദിന്റെ ഇത് വെച്ചിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകുന്നു. പിന്നെ സ്ഥാനാർത്ഥിത്വം നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും ഒരു സ്വപ്ന സഞ്ചാരി പോലെ ഒരു വിമാനം വന്ന് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകും. വിമാനത്തിൽ ഇദ്ദേഹം കയറുന്നു. ആ വിമാനം പറന്നു വരുന്ന ഒരു പാടത്തിനടുത്ത് കൊണ്ട് വിടുകയാണ്. ആ പാടത്തിൽ ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഒരുപാട് തൊഴിലാളികൾ അവരുടെ നെല്ല് സംരക്ഷിക്കാൻ, അവർ കൃഷി ചെയ്ത നെല്ല് ഈ മുതലാളിമാർ ഗുണ്ടാകൾ വന്ന് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ട്. അവർ 2 ഭാഗവും അവർ കൊണ്ടുപോകും. അത് ഇവര് തൊഴിലാളികൾ സമ്മതിക്കില്ല. അവർ ഈ കൃഷി ചെയ്തവർ തങ്ങൾക്ക് 2 ഭാഗം അവകാശപ്പെട്ടാണ് അതിനുവേണ്ടി സമരം ചെയ്യണം. അപ്പൊ അങ്ങനെ പോലീസും ഗുണ്ടകളെല്ലാം കൂടെ ഇവരുടെ ഈ നെല്ലെടുക്കാനെ ആക്രമിക്കാനൊക്കെ വരുന്നു. അപ്പൊ ലോകനാഥൻ അവരോടൊപ്പം ചേർന്ന് സമരം ചെയ്യാണ്. അവര് സമ്മതിക്കില്ല, ലോകനാഥൻ അത് നെല്ലെടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു രസകരമായ സംഭവം ഇതിന്റെ ഈ പശ്ചാത്തലത്തിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആ അവസരത്തിലാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചുമർ ചിത്രം ഈ ലോകനാഥ ശ്രീധരേട്ടൻ ഇന്ത്യക്ക് പല ആൾക്കാരും വന്ന് ഈ സ്ഥാനാർത്ഥിയോട് പൈസ ചോദിക്കുകയും വോട്ട് വാങ്ങി തരാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് പോകുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർക്കാർക്ക് വോട്ടില്ല. അദ്ദേഹം പറഞ്ഞ തന്റെ കാമുകി എനിക്ക് വോട്ട് ചെയ്യും. പക്ഷെ ആ കാമുകി എന്ന് പറഞ്ഞ പശുവിന്റെ പാർട്ടിക്കാരെന്നാണ് നമ്മളെ ലോകനാഥൻ പറഞ്ഞത്. അവര് വോട്ട് ചെയ്യുമോ? ഇല്ല. അപ്പം വെറുതെ കാശ് പോയത് മിച്ചം. സ്ഥാനാർത്ഥിയായിട്ട് പറയും കാശ് പോയത് മിച്ചം. ആഫ്രിക്കയിൽ ഒരു ചൊല്ലുണ്ട്, കുരങ്ങിന് വെള്ളം കൊടുക്കാൻ കഴിയും, പക്ഷെ കൊടുത്ത പാത്രം തിരിച്ചു കിട്ടില്ല. അതുപോലെയാണ് ഇവന്റെ വോട്ട് എന്നൊക്കെ ഈ ലോകനാഥൻ പറയുന്നുണ്ട്. അങ്ങനെ ടൈലർ ഗണേശൻ, മുൻ പാർട്ടി മെമ്പറാണ് ടൈലർ ഗണേശൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വോട്ട് ചെയ്യും. പക്ഷെ ടൈലർ ഗണേശൻ പറയുന്നുണ്ട്, ഞാൻ ലോകനാഥൻ നീയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ദളിതൻ എന്ന നിലയിൽ നിനക്ക് ഞാൻ വോട്ട് ചെയ്യും, പക്ഷെ ജയകൃഷ്ണൻ മാസ്റ്റർ ഞാൻ വോട്ട് ചെയ്യില്ല. ഞാൻ വന്നാൽ മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്റെ വോട്ട് നീ ചോദിച്ചു വരല് ബുദ്ധിമുട്ടാണെന്ന് പറയും. അങ്ങനെ പല ആൾക്കാരെയും ഈ
മസ്താൻ മജീദ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, ഉന്ത് വണ്ടിയിട്ട് വന്ന ഒരു ഹിന്ദിക്കാരനാണ്. അവനെ വോട്ട് ചേർക്കും, പക്ഷെ ആദ്യം ലീഗുകാർ അവൻ്റെ വോട്ട് ചേർത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വോട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ പേടിയാണ്. അങ്ങനെ പല പല ആൾക്കാരെയും കൊണ്ട് വോട്ട് ലോകനാഥൻ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന, അജ്മീറിലേക്ക് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഒരു സംഘം ആൾക്കാർ, അവിടെ 43 പേർ ചേർന്ന് അവര് തീർത്ഥയാത്ര, പക്ഷെ ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഇവിടെ എത്തുമെന്ന് ഉറപ്പിലാണ് ഇവർ ആ അജ്മീർ യാത്രയിൽ പോകുന്നത്. പക്ഷെ അതിൽ തന്നെ 10-38 ഓട്ടോളം ഈ കോൺഗ്രസിന്റെ ഈ വിമാന ചിഹ്നത്തിലാണ് കൊങ്ങോട്ട് സുകുമാരൻ എന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അയാൾക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. ബാക്കി നിസ്സാര വോട്ട് മാത്രമേ ഈ ഇടതുപക്ഷത്ത് ഈ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരം കിട്ടത്തുള്ളൂ എന്നും ലോകനാഥൻ കണക്ക് കൂട്ടി ഓരോരോ വോട്ടുകൾ കണക്ക് എണ്ണി എണ്ണി കണക്ക് കൂട്ടുന്നുണ്ട് ലോകനാഥൻ. ഒടുവിൽ ഈ ലോകനാഥൻ ഇവരെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊട്ടിക്കലാശം വരുന്നുണ്ട്. കൊട്ടിക്കലാശത്തിൽ നിന്ന് ഒരു പ്രത്യക്ഷമായ ഒരു ബോർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ലോകനാഥൻ നെഞ്ചു പൊട്ടി വീഴുന്നു. ഉടനെ ഇതിന്റെ ആൾക്കാർ കൂടെയുള്ള പ്രവർത്തകർ ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ നിന്ന് പോയി വിശ്രമിക്കുകയും, പക്ഷെ അങ്ങനെ വിശ്രമിച്ചിരിക്കാൻ കഴിയില്ല ലോകനാഥൻ ഉടനെ അപ്പം തന്നെ ഇവരോടൊപ്പം തന്നെ വീണ്ടും പ്രവർത്തനത്തിൽ ഇറങ്ങിയും വോട്ടുകൾ ശേഖരിച്ച് അങ്ങനെ ഒടുവിൽ ഈ കഥയിൽ ഒരു വോട്ടിന് ഈ ജയകൃഷ്ണ മാസ്റ്റർ ജയിക്കുകയാണ്. അങ്ങനെ പല പല തന്ത്രപര കഥകളൊക്കെ ഈ ഇതിന്റെ ഓരോരോ ഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മകളെ ഒരു കബീർദാസ് എന്നൊരു വ്യക്തി നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. കാര്യം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഈ സമതയെ നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ നാടകത്തിലേക്ക് ലോകനാഥൻ വിടാൻ താല്പര്യപ്പെടുത്തിയിരുന്നു. ആ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാവ്യ ഇത് നമ്മൾ ഈ പെരുമാൾ മുരുകന്റെ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടകമാണ് ഈ മൗനത്തിന്റെ ശമ്പളം മരണം എന്നുള്ള. അതിൽ അഭിനയിക്കാൻ ഒരു സമ്മതി ക്ഷണിക്കുന്നു. അതിലൊരു കാവ്യ ദേവതയായിട്ടാണ്. അങ്ങനെ ഈ പെരുമാൾ മുരുകനെ എഴുതാൻ സമ്മതിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ കാവ്യ ദേവതയായിട്ട് ഈ കുട്ടി അയാളെ എഴുതി പ്രചോദിപ്പിച്ചുകൊണ്ട് എഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നോവല കഥയാണിത്. പക്ഷെ അന്ന് ഈ ഇലക്ഷന്റെ ദിവസം ആണ് ഈ കഥ ഈ നാടകം നടക്കുന്നത്. പക്ഷെ ലോകനാഥൻ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. ലോകനാഥൻ ഈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലാക്കി തിരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നാടകം തീർന്നു. പക്ഷെ ഈ ഭാര്യ പ്രഭ വഴക്ക് പറഞ്ഞുകൊണ്ട് പോകും, എൻ്റെ മോളുടെ നാടകം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഇതില്. പക്ഷെ വേറൊരു അവസരത്തിൽ ലോകനാഥൻ ആ നാടകം ഇവിടെ കൊണ്ടുവരിക. കാര്യം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനം ഈ വണ്ടിപ്പേട്ടയിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ ലോകനാഥൻ അതിൽ പങ്കെടുത്ത് ലോകനാഥൻ അതിലൊരു ഇതിന് ഭാഗമായിട്ട് ഒരു കവി ഒരു സാംസ്കാരിക പരിപാടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു അഭിപ്രായം വന്നത് ഒരു ഗസൽ പ്രോഗ്രാം വെക്കുന്നത്. പക്ഷെ ഗസലിനോട് ഇപ്പൊ എല്ലാവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു നാടൻ പാട്ടോ വെക്കാന്നൊക്കെ പറയുന്നു. അപ്പൊ ലോകനാഥൻ പറയാണ് ഒരു നാടകമുണ്ട്, അത് ഞാൻ കണ്ട യൂണിവേഴ്സിറ്റിയിൽ കളിച്ച് കബീർദാസിന്റെ ഒരു നാടകം, അത് നല്ലൊരു നാടകം ഞാൻ കണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കൊണ്ടുവരുന്ന പറയും. അങ്ങനെ ലോകനാഥന്റെ സമ്മതിക്കുക. കാരണം ലോകനാഥൻ ഇല്ലെങ്കിൽ ആ സമ്മേളനത്തിന് ഫണ്ട് ശേഖരണം നടക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ലോകനാഥൻ പറഞ്ഞതനുസരിച്ച് ആ നാടകം അവിടെ കൊണ്ടുവരികയാണ്. ആ നാടകത്തിൽ MLA ഒക്കെ കാണാൻ വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഈ നാടകം കണ്ട് MLA ഈ കുട്ടിയെ അഭിനന്ദിക്കാന് ഇത്ര നല്ലൊരു ചെറിയ കുട്ടിയായിരുന്നു ഈ കാവ്യ ദേവത എന്ന് ആശംസിച്ചുകൊണ്ട് ആ സമ്മാനം കൊടുക്കാൻ പോകുമ്പോൾ പ്രത്യക്ഷത്തിൽ വെളിയിൽ നിന്നൊരു ആസിഡ് ഈ കുട്ടിയെ നേരെ ഏറിയാണ് രണ്ടുപേര്. അതിനു മുമ്പ് ആ ആസിഡ് ഏറിയതിനു മുമ്പ് ഉടനെ ഈ കൊച്ചിനെ ആശുപത്രിയിലേക്ക് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ നാടകത്തിന്റെ അവതരണത്തിന് 2 ദിവസം മുമ്പായിട്ട് തന്നെ ഒരു ഊമകത്ത് ഈ ലോകനാഥൻ കിട്ടുകയാണ്. നിന്റെ മോൾ ഈ നാടകം അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ലോകനാഥൻ അത് വിശ്വസിക്കില്ല. കാര്യം എന്റെ നാട്ടിൽ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നുള്ള ഓർമ്മയിൽ ഇതിൽ ആ ഉറപ്പിൽ ലോകനാഥൻ അത് വിശ്വസിച്ചില്ല. അത് കൊടുക്കുകയാണെങ്കിൽ ഭാര്യ പ്രഭ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ അത്തരം ഒരു ഊമക്കത്തിനെ വില കൽപ്പിച്ച് കണ്ടില്ല ലോകനാഥൻ. പക്ഷെ ഒടുവിൽ ആ കുട്ടി മരിക്കുകയാണ്. മരിക്കുമ്പോൾ ഒരു ആംബുലൻസ് വന്ന് ഈ ലോകനാഥനെ എടുത്തുകൊണ്ട് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം തിരിച്ച് ഈ ലോകനാഥനെ തടയുന്നു. അതുകൊണ്ട് സ്വപ്നത്തിലാണ് പോകുന്നത്. ഈ ലോകനാഥൻ തടയുമ്പോൾ നീ ആരാ ചോദിക്കുന്നു. ഞാൻ ഈ കൊച്ചിന്റെ അച്ഛനാ, നീ കൂടെ വന്നുകൊണ്ട് അങ്ങനെ കൊച്ചിനെയും കൊണ്ട് ഈ അച്ഛനും ഈ ആംബുലൻസ് ഡ്രൈവറും കൂടെ പോവാണ്. കൊച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാണ്, അച്ഛൻ ഈ ബ്രാഞ്ച് സെക്രട്ടറി ഇനി തുടരണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടണം. അച്ഛൻ ബ്രാഞ്ച് സെക്രട്ടറി. അപ്പം അച്ഛൻ പറയാണ്, എൻ്റെ മോളുടെ കൂടെ എനിക്ക് ആദ്യം ലാലിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ, അതാ കുഴപ്പമില്ല, അച്ഛൻ്റെ ഒരു ഇത് ചെയ്യുന്ന ബഹുമാനം എല്ലാവരും തന്നിട്ടുണ്ട്, അച്ഛൻ ബ്രാഞ്ച് സെക്രട്ടറി തുടരണം, എല്ലാവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്ന ഒരു ഇതിനോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. വളരെ നല്ലൊരു നോവലാണ്. അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഈ നോവലിലുണ്ട്. എല്ലാം ഞാൻ പ്രതി വച്ചില്ല. എന്നാലും ഈ വളരെ നല്ല ഒരു നോവലാണ്. ഞാൻ വായിച്ചതിൽ മനസ്സിലാക്കിയത്
ഈ എല്ലാവരും പുസ്തകം വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഫുൾ കണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ. നന്ദി.